കൂട്ടായ്മയുടെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തതായി അനന്തര ടീം ഉള്ളത് കുന്നംകുളത്താണ്. നമുക്ക് കുന്നംകുളത്തേക്ക് സഞ്ചരിക്കാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ കടങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടേക്ക് നമ്മൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കടങ്ങോട് ക്രിസ്ത്യൻ പള്ളിക്കടുത്ത് സുധാകരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ശരീരമാസകലം തളർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ കാണുന്ന ഒരു വീട്, ഇതൊരു വാടക വീടാണ്. ഈ വീട്ടിലാണ് നിലവിൽ സുധാകരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിക്കുന്നത്. ഇതാണ് സുധാകരൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇത്തരത്തിലൊരു ദുരിതം അനുഭവിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് കൈക്ക്, വലത് കൈയുടെ വിരലിന് ഒരു തരിപ്പ് അനുഭവപ്പെട്ടതാണ്. പിന്നീട് അത് വളർന്ന് വലിയ രീതിയിൽ ഒരു തളർച്ചയിലേക്ക് എത്തി. കൈകൾക്ക് വേദന അത്തരത്തിലേക്ക് പോയി. അത് ആ ഒരു അവസരത്തിൽ അവർ ആശുപത്രിയിൽ കാണിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വാഹനം ഓടിച്ചുകൊണ്ട് ലോട്ടറി വിൽപ്പനയിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം പോവുകയും ജീവിത വരുമാനം കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്, അതായത് വാഹനാപകടം സംഭവിക്കുന്നത്. തുടർന്ന് ഉള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ നിസ്സഹായാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, മിഥുൻ. മിഥുന് ഇപ്പം പഠിക്കുന്നുണ്ടോ? മിഥുനെ ഇല്ല, പഠിപ്പ് നിർത്തി. അതെ. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 9ാം ക്ലാസ് വരെ. അതെ. അച്ഛൻ എന്താ പറ്റിയിരിക്കുന്നത്? ശരീരം മൊത്തം കരിങ്കല്ല് വേണ്ടിയിരുന്നു അച്ഛൻ ആദ്യം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ചൂണ്ടൽ താമസിക്കുമ്പോൾ ഒരു ദിവസം പുലർച്ചെ 4 മണിയാകുമ്പോൾ നല്ല പനി പനിച്ചു. ആ പനി പനിച്ചപ്പോൾ അങ്ങനെ അച്ഛൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ചായ കൊടുത്തു. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് വരെ പനി പനിച്ചത്. അത് കഴിഞ്ഞാൽ പനി പിന്നെ അത് കഴിഞ്ഞ് മാറി. പിന്നെ പണിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ പിറ്റേൻ്റെ പണിക്ക് പോകുമ്പോൾ ചിറ്റി കൊണ്ട് കരിങ്കല്ലിന് മടിക്കുമ്പോൾ ചിറ്റിക്ക് തെറിച്ച് പോയി. ഞാൻ അന്ന് പണിയിൽ നിന്ന് പോന്നു. ഞാൻ ഈ വിരലിൻ്റെ മുകളിലാണ് ആദ്യം മരവിപ്പും ചുട്ടുന്നീട്ട് വന്നത്. അങ്ങനെ മലങ്കര ആശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് മരുന്ന് കഴിച്ചൊരു ദിവസം കഴിച്ചപ്പോൾ ഇവിടുത്തെ ഈ സൈഡത്തെ മുടി പോയി വെച്ചിട്ടുണ്ട്. പോയപ്പോൾ അവിടെ പോയിട്ട് പിറ്റേന്ന് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ മരുന്ന് എഴുതി. പിന്നെ അച്ഛത് കഴിച്ചില്ല. പിന്നെ അവിടെ തന്നെ ആയുർവേദം കഴിച്ചു നടന്നിരുന്ന. അങ്ങനെ പിന്നീടാണ് ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അല്ലല്ല, പിന്നെ അവിടെ ആശുപത്രിയിൽ പോയിട്ട് വീണ്ടും മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് കുറവില്ലാതെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. അച്ഛന് പേടിയായിട്ട് അത് ചെയ്തില്ല. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തില്ല. പിന്നെ ഞാൻ ലോട്ടറി കച്ചവടത്തിന് പോയി. പിന്നീടാണ് അങ്ങനെ വണ്ടിയുടെ മുകളിൽ വീഴേണ്ടത്. അവിടെ നിന്നാണ് പിന്നീട് ഈ ഒരു കിടപ്പിലേക്ക് പോകുന്നത് അല്ലേ? ഇപ്പം നിലവിലെ ഒരു അവസ്ഥ എന്താ? അച്ഛന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. സംസാരിക്കാൻ ഇങ്ങോട്ട് പറ്റില്ല എന്നുള്ളൂ. നമുക്ക് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിലവിൽ ശാരീരികാവസ്ഥ വളരെ ദയനീയമാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മകൻ മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ടുള്ളത്. പഠനം നിർത്തി ഇപ്പോൾ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഒരു പാരമ്പര്യ വൈദ്യൻ്റെ ചികിത്സയാണ് അദ്ദേഹം തേടിയിട്ടുള്ളത്. മരുന്ന് ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് സാമ്പത്തികമായുള്ള ഒരു ബാധ്യത ഒരു പക്ഷേ താങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രദേശവാസി കൂടിയാണ് സനു ഉണ്ട്. നിലവിൽ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? സുധാരേട്ടനെ പരിചയപ്പെടുന്ന തന്നെ അവരുടെ മില്ല് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ട് ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ആ സെൻറ്ററിൽ അടുത്ത് തന്നെ വളരെ ശോചനീയാവസ്ഥയുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒന്ന് മാറ്റണം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ട്. ഇത് നമ്മളോട് അടുപ്പുള്ള ആളുകളാണ്. വാടകയ്ക്ക് എന്ന് പറഞ്ഞാലും അവർ വാടക മേടിക്കുന്നില്ല. നിലവിൽ വാടക ഇല്ലാതെയാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരിചയമുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പാരമ്പര്യ വൈദ്യം എന്ന് പറയുന്നത് മുമ്പ് ആളുടെ മരുന്ന് കഴിച്ചിട്ടാണ് ചെറിയ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ വീണ്ടും എന്നും വരും. ഒരു ദിവസം വളരെ വേദന കൂടിയപ്പോൾ വന്നപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ആളുടെ മകനെയും കൂട്ടിയിട്ട് ഈ പറഞ്ഞ വൈദ്യരുടെ അടുത്തേക്ക് പോയി കണ്ട് സംസാരിച്ചു. അങ്ങനെ ആൾ മരുന്നൊക്കെ എഴുതി. ഇപ്പോൾ ആ മരുന്നാണ് കഴിക്കുന്നത്. പക്ഷേ ആൾക്ക് എന്താ പറയുക, വീട്ടിൽ വേറെ ആരുമില്ല. മകൻ രാവിലെ പണിക്ക് പോവും, ആൾ വൈകിട്ടേ വരും. വേറെ ആരും ഈ ചുറ്റിലേക്ക് വരാനോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നേര് പറഞ്ഞാൽ ഈ ശാരീരികാവസ്ഥയ്ക്ക് പോലെ തന്നെയാണ് ആളുടെ മാനസികാവസ്ഥയും. ഇന്ന് ഇവിടെ സുധാകരന് ഏതെങ്കിലും വിധത്തിൽ പുറത്തേക്ക് ഒന്ന് ഇറക്കാനും അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാനും ഒക്കെ എന്തെങ്കിലും നടപടികൾ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ചാവക്കാട് കടപ്പുറം പുന്നക്കച്ചാലിലുള്ള കലാസാംസ്കാരിക വേദി, അക്ഷര കലാസാംസ്കാരിക വേദി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അനന്തരത്തിൻ്റെ ഭാഗമായി സുധാകരന് ഒരു വീൽ ചെയർ സമ്മാനിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ വീൽ ചെയർ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിനുള്ള പ്രവർത്തകരൊക്കെ ഇവിടെ അക്ഷര കലാ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ മിഥുന് ആ ഒരു വീൽ ചെയർ കൈമാറും. ഇപ്പം ഷാഫി പത്താനുണ്ട്. അദ്ദേഹം മുൻപും അനന്തരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കലാസാംസ്കാരിക വേദി, അക്ഷര കലാസാംസ്കാരിക വേദി ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രചോദനം, ഇവിടെ സുധാകരനെ കണ്ടെത്തുന്നതും ഇവിടെ ഒരു വീൽ ചെയർ എത്തിക്കാനുള്ള ഒരു പ്രചോദനം?
ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ആളുകൾക്ക് സഹായമായിട്ട് അക്ഷരകലാ സാംസ്കാരിക വേദി ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നും അങ്ങനെയായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെയും ഇതുപോലെയുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു കൂട്ടായ്മ, യുവാക്കളുടെ ഒരു കൂട്ടായ്മ തോന്നുന്നു. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇപ്പം അടുത്ത് അത്ര അധികമായിട്ടില്ല, അനന്തരം ലൈവിൽ തന്നെ നമ്മൾ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു വിജയമായിരുന്നു. മറ്റുള്ളവർക്കൊരു പ്രയോജനമാവാൻ എന്ന് മാത്രമാണ്. പിന്നെ ഞങ്ങളും ഇതിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതുപോലെ അശരണരായി കിടക്കുന്ന ആളുകൾക്ക് ഇനിയും സഹായം എത്തേണ്ടതുണ്ട്. സാമ്പത്തികമായി, അതുപോലെ തന്നെ അവർക്ക് അല്ലാത്ത രീതിയിൽ എന്തൊക്കെ സഹായം എത്തിക്കാൻ കഴിയുമോ ഇത് ഒരു സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ കലാസാംസ്കാരിക വേദി നൽകി അതുകൊണ്ട് അതെല്ലാം അവസാനിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാവരും ഇത്തരത്തിൽ സഹകരണങ്ങൾ ഇത്തരം ആളുകളിലേക്ക് എത്തിക്കണം. ഇദ്ദേഹം നിലവിൽ ജീവിക്കുന്നത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലാണ്, കടങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ സഹായങ്ങൾ സുധാകരനെ പോലെയുള്ള ആളുകളിലേക്ക് എത്തണമെന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. സുധാകരൻ ചേട്ടൻ്റെ വീട് നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൻ പഠിപ്പ് നിർത്തി പണിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏത് രീതിയിലുള്ള സഹായങ്ങളും അവർക്ക് വലിയ ഒരു ഉപകാരമായി മാറും. നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിളിച്ച് കൂടുതൽ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ ചെയ്യുക. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ.
తాగి చుట్టుపక్కల సారా పేరుంది బేబీ నాటు సారా కన్నా పిల్ల నువ్వే కిక్కంటారే లారీలకి వచ్చేతారే నువ్వంటే చచ్చిపోతారే అల్లో నేరేడు అల్లో నేరేడు అల్లో నేరేడు పళ్ళే అచ్చం నా కళ్ళు నన్నే చూస్తే కోరికలన్నీ అవుతాయి గుర్రాలు డియో డియో డిసక 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 డియో డియో డిసక 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 డియే చూపుల కోరేటు మాటల కోరేటు నవ్వుల కోరేటు నా నడుము కోరేటు కంపా గుత్తక కావాలంటే ఇస్తారు రిపేటు డియో డియో డిసక 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 డియో డియో డిసక 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 డియే వంపు సింపుల్ సే ఇది జస్ట్ సింపుల్ సే ఇది దాటుకొస్తే చూపిస్తాను చాలా యాంగిల్స్ డియో 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 అలల డియో డియో డిసక 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 డియో డియో డిసక 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 డియే సైడ్ యాంగిల్లో నేను సిమ్లా యాపిల్ వైడ్ యాంగిల్లో నేను వోడ్కా బాటిల్ డియో డియో డిసక 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 టాప్ యాంగిల్లో నేను రెనాల్డ్ రీఫిల్ లో యాంగిల్లో లోడ్ చేసిన రైఫిల్ ఆ రైట్ యాంగిల్లో జిల్లేబిలా నూరూరించే టైపు ఈ లెఫ్ట్ యాంగిల్లో మిర్చిలాగా అల్లాడించే టైపు నా కట్టౌట్కి కన్నే కొట్టాలా డియో 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 అలల డియో డియో డిసక 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 డియో డియో డిసక 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 డియే నైటింగేలే నేను నైట్ యాంగిల్లో హీటింగ్ ఇస్తా జారు బయట యాంగిల్లో డియో డియో డిసక 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 మెయింటైన్ చేస్తా నేను ఫ్రంట్ యాంగిల్లో టెంప్టేట్ చేస్తా ఫుల్ టైట్ యాంగిల్లో ఒక్కోడికి ఒక్కో యాంగిల్ నచ్చేస్తుంటా తప్పి నీకే యాంగిల్ నచ్చుతో చూసుకోరా ఎంకట సూపి నీ డియోడ్రెంట్ నన్నే అవ్వాలా డియో 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 అలల డియో డియో డిసక 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 డియో డియో డిసక 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 డియే డియో డియో డిసక 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 డియో డియో డిసక 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 డియే അനന്തരത്തിൽ ഇവിടെ വരുന്ന ഓരോ ഹീറോസിനെയും നിങ്ങൾ കൈപിടിച്ചുയർത്തുമ്പോൾ, നിങ്ങൾ സഹായിക്കുമ്പോൾ, അവർക്ക് ആത്മവിശ്വാസം നൽകുമ്പോൾ അത് അവിടെ തീരുന്നില്ല. പിന്നീട് ഈ എപ്പിസോഡ് കഴിഞ്ഞും അവരെ വേണ്ട രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ട ചികിത്സാ ചെലവുകൾ നിങ്ങൾ തരുമ്പോൾ അതിന് ഏറ്റവും ഉചിതമായ ചികിത്സ ഏതാണ് എന്ന് ചോദിക്കാനായിട്ട് ഒരു പാനൽ ഓഫ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് അവർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വേണ്ട ചികിത്സ ഏത് ഹോസ്പിറ്റലിലാണ് കൃത്യമായി ലഭിക്കുക എന്നുള്ളതെല്ലാം നോക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിക്കൊണ്ട് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ അനന്തരത്തിൻ്റെ ടീം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള കൂടുതൽ ഇൻപുട്സ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഈ ടീമിൻ്റെ ഭാഗമായി നിങ്ങൾക്കും ഓരോ നിമിഷവും പ്രവർത്തിക്കാവുന്നതാണ്. ഈ
യാത്ര നമുക്ക് ഏറ്റവും മനോഹരമായുള്ള രീതിയിൽ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ അതിജീവനത്തിൻ്റെ യാത്ര നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. അനന്തരത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അടുത്ത ഹീറോ ആരാണ് എന്ന് നമുക്ക് നോക്കാം. കരുണയ്ക്കായി കാതോർത്തിരിക്കുകയാണ് അൽഫോൻസ എന്ന 7 വയസ്സുകാരി. വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് രോഗിയായ ഈ കുരുന്നും അമ്മയും ജീവിച്ചു പോകുന്നത്. നട്ടെല്ലിന് ഉള്ളിലുണ്ടാകേണ്ട സുഷമനാ നാഡി നട്ടെല്ലിന് പുറത്തായിരുന്നു ജന്മനാ ഈ കുട്ടിക്ക്. മകൾ രോഗിയാണെന്നറിഞ്ഞതോടെ പിതാവ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചു. അമ്മ റീന മകൾക്കൊപ്പം രാപ്പകൽ കാവൽ നിൽക്കുകയാണ്. സാമ്പത്തിക പരാധീനതകളാൽ 3 വയസ്സിൽ പൂർത്തീകരിക്കേണ്ട സർജറി 7 വയസ്സ് കഴിഞ്ഞിട്ടും നടത്താൻ കഴിഞ്ഞിട്ടില്ല അൽഫോൻസയ്ക്ക്. നട്ടെല്ല് വളഞ്ഞ് ശ്വാസകോശം ചുരുങ്ങി അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ കുട്ടിക്ക് ഓപ്പറേഷൻ അവസാന മാർഗമാണ്. ആരും തുണയില്ലാത്ത ഈ കുടുംബത്തിന് ഇനി പ്രതീക്ഷിക്കാനുള്ളത് സുമനസ്സുകളുടെ ദയവൊന്നു മാത്രമാണ്. സ്വാഗതം അൽഫോൻസയ്ക്ക് ഈ കാരുണ്യവേദിയിലേക്ക്. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. നമ്മുടെ കൈ വിടാതെ പിടിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും അമ്മ തന്നെയാണ്. എപ്പോഴും അമ്മ തന്നെയാണ് കൂടെ. അമ്മ മാത്രമാണോ കൂടെ ഉള്ളത്? അമ്മ കൂടെയാണ്. അച്ഛൻ 4 വർഷമായി കൂടെ ഇല്ല, ഉപേക്ഷിച്ച് പോയതാണ്. അതിന് കാരണം മോളെ നോക്കാൻ ഇതുപോലെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ ആരാണ് ഇപ്പം? ഞാൻ 3.5 വർഷം എൻ്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു. ചേച്ചി വന്നിട്ടുണ്ട്. 5 മാസമായി ഞാൻ മോളൊറ്റയ്ക്ക് സഹോദരങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങി ചെറിയൊരു ഒറ്റമുറി വീടൊക്കെ വെച്ച് ഇപ്പം ഞാനും മോളൊറ്റയ്ക്കാണ് താമസിക്കുന്നത് അവിടെ. കൂടെ ഇപ്പൊ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ പാലിയേറ്റീവ് കൂടെ വന്നവരെയൊക്കെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹാർദ്രമീ തൂവൽ വാനം. മോളുടെ അസുഖത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും പറയൂ. മോൾക്ക് ജനിച്ചപ്പോൾ തന്നെ അവളുടെ സുഷുമ്നാ നാഡി പുറമേക്കായിരുന്നു. അപ്പോൾ അത് 3 മാസമൊക്കെ ആയപ്പോൾ തന്നെ ഒത്തിരി വളർന്നത്. അപ്പോൾ ഒരു കാല് തളർന്നു പോയി. പിന്നെ 6 മാസമായപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് നട്ടെല്ലിൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ ആ കാലിന് പഴയ ഇത് തന്നെ കിട്ടി. അതോടൊപ്പം അതിൻ്റെ ഓരോ ഓപ്പറേഷൻ 6 മാസമായപ്പോൾ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ 3 വയസ്സായപ്പോൾ കഴിഞ്ഞു. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ രണ്ടും ഇതിൻ്റെ തന്നെ ഓപ്പറേഷനാണ്. അതെ. പിന്നെ അതോടൊപ്പം നട്ടെല്ല് വളഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങൾ കോയമ്പത്തൂർ 3 വയസ്സായപ്പോൾ ഒന്ന് പോയിരുന്നു. സാമ്പത്തികം കൊണ്ട് പിന്നെ വീണ്ടും പോകാൻ പറ്റിയില്ല. എത്രയാണ് അതിന് ചെലവ് പറയുന്നത്? അവിടെ ഒരു 10ൻ്റെ മേലെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് കാണിച്ചത്. അപ്പം അവിടുന്ന് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. 1.5 വർഷമായി ഇപ്പോൾ അവിടെ പോയി 3ാമത്തെ നട്ടെല്ലിന് ഇത് ചെയ്യാൻ വേണ്ടി സർജറിക്ക് വേണ്ടിയിട്ടുള്ള MRI എടുത്തപ്പം വീണ്ടും ആ സുഷുമ്നാ നാഡീൻ്റെ ഉള്ളിൽ എന്തോ ബ്ലോക്ക് കണ്ടു. അപ്പോൾ അത് വീണ്ടും ചെയ്യണം, 3ാമത് വീണ്ടും ചെയ്യണം ആ സുഷുമ്നാ നാഡീൻ്റെ. എന്തൊക്കെയാണ് മോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ? അത് 3ാമത് ചെയ്യേണ്ട ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു അവിടുന്ന്, തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അതിന് ഡേറ്റ് കിട്ടിയിട്ടില്ല. അവിടെ ഫുൾ ബുക്കിംഗ് ആണ്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അതെ, അവൾ സ്കൂളിൽ കൊണ്ടുവിടണം. വീട്ടിലുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ള കാഴ്ച ഇങ്ങനെ വരുന്നത്. എത്രത്തോളം എന്തൊക്കെ ചെലവുകൾ മരുന്നുകൾക്കും കാര്യങ്ങൾക്കൊക്കെ? മരുന്ന് അങ്ങനെ മോൾക്കില്ല, പക്ഷെ മറ്റുള്ള അസുഖങ്ങൾ എപ്പോഴൊക്കെ വരുന്നതിൻ്റെ ഇതുള്ളൂ. ഇതിനായിട്ട് മരുന്നില്ല. മേജറായിട്ട് ശസ്ത്രക്രിയയുടെ ചെലവുകളാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. അതെ. പിന്നെ ഗംഗാ ഹോസ്പിറ്റലിൽ വേണ്ടി കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് പോയിരുന്നു. അപ്പം മെയിൻ ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. ഡോക്ടർ അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട് അടുത്ത മാസത്തേക്ക്. സാർ എന്ത് ചെയ്യുന്നു? സാർ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരാണ് 2 പേര്. എൻ്റെ ഭാര്യയാണ് കൂടെയുള്ളത്. പുൽപ്പള്ളിയിലാണ്. ഇവരെ പോലെ 384 രോഗികളെ നമ്മൾ വീടുകളിൽ ചെന്ന് പരിചരിക്കുകയാണ്. അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം വേണ്ട ചിലവിനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ മരുന്നുകൾ തീർന്നു പോയാൽ അത് എത്തിച്ചു കൊടുക്കും. അങ്ങനെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തുന്നതാണ് കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പുൽപ്പള്ളി യൂണിറ്റ്. അതിൻ്റെ പ്രവർത്തകരാണ് ഞാനും എൻ്റെ ഭാര്യയും. 60ഓളം പ്രവർത്തകർ കൂടിയാണ് ഇത് നടത്തുന്നത്. നിങ്ങളിലൂടെയാണ് അവർ ഇങ്ങോട്ട് എത്തിയത്? അതെ.
എന്തായാലും ഇവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഊർജ്ജം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ഈ വെല്ലുവിളികളൊന്നും നേരിടാൻ തയ്യാറല്ലാതെ അദ്ദേഹം അതിൽ നിന്ന് ഓടിപ്പോയി. വേറെ ഒരാളുമില്ല ഇവരെ സഹായിക്കാൻ. ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 10 മുതൽ 15 ലക്ഷം രൂപ വരെ ചെലവുകൾ പറയുന്നുണ്ട്. ആ ചെലവുകളിലൂടെ അത് നിൽക്കുന്നില്ല. അതിനുശേഷവും സ്വാഭാവികമായിട്ടും ചെലവുകളുണ്ട്. ഒരുപാട് രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് ആവശ്യമുണ്ട്. ഇവർ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അനന്തരത്തിൻ്റെ പ്രേക്ഷകരോട് ഇവർ അഭ്യർത്ഥിക്കുകയാണ്, ഇവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ എത്തിക്കുക. സഹായങ്ങൾ എത്തിക്കേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ഫോൺ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിൽ ഇവർ ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിലും മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ഡോക്ടേഴ്സോ ഏതെങ്കിലും സ്ഥലങ്ങളോ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയാണ്. ആർക്കെങ്കിലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആ വിവരങ്ങൾ നൽകാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ, ചെറിയ വലിയ സഹായങ്ങൾ ഇവർക്ക് ഒരുപാട് ഗുണപ്പെടും. അത് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. യാദൃശ്ചികമായിട്ട് ഒരു ആധാർ എഴുത്ത് ഓഫീസിൽ സാറ് വീട്ടിൽ വന്ന് ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ് അത്. അപ്പം വന്നിരുന്നു. അത് സാറിൻ്റെ അത് പേപ്പറിലും മീഡിയയിലൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിലൂടെ ഒത്തിരി സഹായ സംഘടനകൾ, ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ അങ്ങനെ ഒരുപാട് അറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇനിയും അത് വലുതാവട്ടെ. ഒരാൾക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാരിച്ച ഒരു ടാസ്ക് ആവും. അതിന് പകരം നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അത് ഇവർക്ക് വലിയ ഒരു ഉപകാരമായി മാറും. ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലാണ് ഇവരുടെ മുഖത്തുള്ളത്. അത് മാറ്റിയെടുക്കാൻ നിങ്ങളെല്ലാവരും കൂടെയുണ്ട്. നിങ്ങളുടെ ഓരോ ചെറിയ സഹായങ്ങൾ വരുമ്പോഴും ഇതൊരു വലിയ കുടുംബമാണ്, നിങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവർക്ക് ലഭിക്കും. മോള് സ്കൂളിൽ പോകുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാണ്? 2ൽ. എന്തൊക്കെയാണ് അവളുടെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ? അവൾ എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ്. പാട്ട്, ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ടോ? അത് ശരി. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ? 2ൽ. ഏത് സ്കൂളിലാണ് പഠിക്കണ? സ്കൂൾ കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. സീതാമുണ്ട്. സുഹൃത്തുക്കളുടെ പേരെന്തൊക്കെയാ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആരൊക്കെയാണ്? അക്ഷരയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ വരുമ്പോ? അക്ഷരോട് പറഞ്ഞിരുന്നോ ഫ്ലവേഴ്സ് ടിവിയിലേക്ക് വരാന്നുള്ളത്? പറഞ്ഞില്ലേ? അറിയത്തില്ലായിരുന്നു. ഇവരെല്ലാവരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തല്ലേ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ഭൂം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഫ്ലോറിൽ അല്ലേ? ഇല്ലെങ്കിൽ അക്ഷരേനെയും ഫുൾ നോട്ടെ പല്ലൊന്നും ഇല്ലല്ലോ പല്ല് തേക്കാൻ. അപ്പോൾ പല്ലൊക്കെ തേക്കാറുണ്ടോ? പല്ല് തേക്കാറുണ്ട്. എത്ര തവണ തേക്കും ഒരു ദിവസം? അങ്ങനെയൊന്നുമില്ല, ബോറടിക്കുമ്പോഴൊക്കെ പോയി പല്ല് തേക്കും അല്ലേ? അങ്ങനെ തേച്ചാണോ പല്ലില്ലാതായത്? എനിക്കറിയത്തില്ല. എന്തായാലും സ്മാർട്ടായി സംസാരിക്കുന്നുണ്ട്. പാട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പാടുവോ? ഏതൊക്കെ പാട്ടറിയാം? ഒരു നല്ലൊരു പാട്ട് പാടൂ. അവിടെ അക്ഷര കൂടുതൽ ഞെട്ടട്ടെ. അക്ഷര ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ടി വിയിൽ. അക്ഷരം മാത്രമല്ല സ്കൂളിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കണം. നമുക്ക് എല്ലാവരും ഞെട്ടിക്കാം. നല്ലൊരു പാട്ട് ധാരാളം. എനിക്ക് ഇച്ചിരി പോലും അറിയില്ലെങ്കിൽ പോലും ഞാൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമേ അല്ല. പാടിക്കോളൂ. കുഞ്ഞു മനസ്സിനും പരം ഒപ്പിക്കാൻ വന്നവനെ ഈശോയേ എന്നീശോയേ ആശ്വാസം നീയല്ലേ. കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ അവൻ സ്നേഹത്തിൻ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കാ തീർത്തവന് നീ വരൂ ങ്ങളായി നീ ഒരു പൂന്തങ്ങള നീ വരൂ ങ്ങളായി നീ വരൂ പൂന്തങ്ങള. ഇതാണോ ഇച്ചിരി അറിയുന്ന പാട്ട്? അപ്പൊ നല്ല അറിയണ പാട്ട് ഒരു ദിവസം മുഴുവൻ നിന്ന് പാടുവോ? ഗംഭീരമുണ്ട്, സൂപ്പർ. അത് കണ്ടോണ്ടിരിക്കുന്ന അക്ഷരൊക്കെ ഇപ്പൊ ഞെട്ടിണ്ടാവും. ആ സ്കൂളിലുള്ള എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. അത് കണ്ടോണ്ടിരിക്കും എല്ലാവരും. ഹായ്. ബൈബിളിലെ വചനം മോളെ കൊണ്ട് പറയും. ഓ പറയൂ. എൻ്റെ ദൈവം തൻ്റെ മൊത്തത്തിൽ സമ്പന്നയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഫിലിപ്പി 4:19. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. സങ്കീർത്തനം 23:1. ഈ മോള് പറഞ്ഞ വചനങ്ങൾ, ഈ മോള് സ്തുതിച്ച യേശു
നിങ്ങളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങളോടാണ് അവൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അവളെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായി പറഞ്ഞു. അവർക്ക് വേണ്ട സഹായങ്ങൾ എന്താണ് എന്നുള്ളതും പറഞ്ഞു. നിങ്ങളിലേക്ക് അവർ വേണ്ട വിവരങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കാവുന്ന രീതിയിൽ, പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കേണ്ട അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ആ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഫോൺ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് യാത്രയാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ വന്നവരെ ഒരാളെയും പ്രേക്ഷകർ സഹായിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും സഹായത്തിനായിട്ട് നിങ്ങളിലേക്ക് എത്തട്ടെ. പ്രേക്ഷകർക്കൊക്കെ ഇപ്പോൾ മോളേനെയും അമ്മയെയൊക്കെ പ്രേക്ഷകർ കണ്ട സ്ഥിതിക്ക് അവർ കൂടെ തന്നെ നിൽക്കും. ധൈര്യമായിട്ടിരിക്കുക, സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. എന്തായാലും ഇവിടെ പലപ്പോഴും കലാകാരന്മാരുടെ സാന്നിധ്യമാണ് എപ്പോഴും ഇവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. മോളൊരു സമ്മാനമായിട്ട് ഒരു പാട്ട് നമുക്ക് തന്നു, തിരിച്ച് ഒരു സമ്മാനം നൽകേണ്ട സമയം നമുക്കായിട്ടുണ്ട്. വിളിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് പ്രദീപ് പള്ളിരുത്തി. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. പ്രതിവിട്ട നമസ്കാരം, ഒരുപാട് നന്ദി ഈ വേദിയിലേക്ക് എത്തിയത്. അൽഫോൺസ മോളുടെ കഥകളൊക്കെ കേട്ടോ? പാട്ട് കേട്ടോ? കേട്ടു പാട്ട് കേട്ടു. ആള് ഭയങ്കര സ്മാർട്ടാണ്. നല്ല പാട്ടായിരുന്നു. താങ്ക് യു പറയൂ. താങ്ക് യു. ഇടം നെഞ്ചിൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. മോൾക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സഹായം എത്രയാണ് എന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞു. അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കുക. എന്തായാലും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഞങ്ങൾക്ക് പാട്ട് തന്നു, ഞങ്ങൾക്ക് ഒരു സമ്മാനം തന്നു, ഞങ്ങൾ തിരിച്ചൊരു പാട്ട് തരുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം മുഖത്തുള്ള ആ ഒരു ചെറിയൊരു ആത്മവിശ്വാസം, സന്തോഷം ഉണ്ടല്ലോ, അത് വർദ്ധിച്ച് ഇനി ധൈര്യമായിട്ടിരിക്കുക. എല്ലാവരും കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിലിരിക്കുക. കാരണം എല്ലാവർക്കും ഈ ഫ്ലോറിൽ വരാൻ സാധിക്കാറില്ല. സഹായം വേണ്ട എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് നമുക്ക് ഈ ഫ്ലോറിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. ഇത്രയും ജനങ്ങൾ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ.